ഓം ശ്രീ വിഷ്ണുവായേ നമഃ. ഏതൊരു ഉപാസകനും ചെയ്യേണ്ടതായ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാനിവിടെ കൊടുക്കുന്നു. ഏതൊരു മംഗളകാര്യങ്ങൾക്കും പ്രാർത്ഥിച്ചിറങ്ങേണ്ടതുണ്ട്. മറ്റ് ഏത് ദേവതയെ പ്രാർത്ഥിക്കുന്നതിനു മുൻപ് ഉപാസനയുള്ളവർ സ്വാമിയെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഉപാസനാ രഹസ്യങ്ങൾ മറ്റാരോടും പറയാതിരിക്കുക. ബീഫ് പോലെയുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. ഏതൊരു സമയത്താണോ പ്രാർത്ഥിക്കുന്നത് ഏകദേശം ആ സമയത്ത് തന്നെ കൃത്യമായി വിളക്ക് വെച്ച് പ്രാർത്ഥന എത്തിക്കുക. പ്രാർത്ഥനയ്ക്കായി ഇരിക്കുമ്പോൾ താഴെ കട്ടിയുള്ള പുതപ്പോ പായയോ വിരിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ഇതെല്ലാമാണ് ചെറിയൊരു ഉപാസകൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ശ്രീ വിഷ്ണുമായ സ്വാമി നമ്മുടെ അരികിൽ വരുമ്പോൾ അറിയാവുന്ന ചില ലക്ഷണങ്ങൾ. നിങ്ങളുടെ ഉപാസകരാണെങ്കിൽ പെട്ടെന്ന് സ്വാമിയുടെ ചിന്ത വരികയും അവിടെയെല്ലാം ഒരു സുഗന്ധം വന്നു പോകുന്ന പോലെ തോന്നുന്നതുമാണ്. പ്രത്യേകിച്ച് ഭസ്മം, കർപ്പൂരം എന്നിങ്ങനെയുള്ള വിശേഷ പൂജാദ്രവ്യ സുഗന്ധങ്ങൾ അനുഭവപ്പെടുന്നതാണ്. ഈ ദേവത ഏതൊരു ഉപാസകന്റെയും മനസ്സറിഞ്ഞ് കാര്യങ്ങൾ നടത്തിത്തരുന്ന ഒരു ദേവനാണ്. ഭഗവാനെ അറിഞ്ഞു സേവിച്ചാൽ ഏതൊരു ആപത്തിലും കൂടെ നിന്ന് രക്ഷ നേടിത്തരുന്ന ദേവത കൂടിയാണ്. സ്വാമി കൂടെയുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായി ധനം വന്നു ചേരുകയും ഒരിക്കലും നടക്കുകയില്ല എന്ന് ചിന്തിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുന്നു. കുടുംബത്ത് സന്തോഷം വന്നു ചേരുകയും ഉപാസകന് ശാരീരിക മാനസിക സുഖം അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഏതൊരു കഷ്ടത അനുഭവിക്കുന്നവനും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം തന്നെ സ്വാമി നിങ്ങൾക്ക് തരുന്നതുമാണ്. വിഷ്ണുമായ ചാത്തൻ സ്വാമിയെപ്പോലെ മറ്റൊരു ദേവനില്ല. അത്രയേറിയ ശക്തിയുള്ള അനുഭവത്തിൽ തിരിച്ചറിയാവുന്ന ഒരു ദേവനാണ്. മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ ഫലം നിങ്ങൾക്ക് ഉറപ്പാകുന്നു. ഓം ഹ്രീം ക്ലീം ശ്രീം വിഷ്ണുമായേ നമഃ. ഓം ഹ്രീം ക്ലീം ശ്രീം വിഷ്ണുമായേ നമഃ. ഓം ഹ്രീം ക്ലീം ശ്രീം വിഷ്ണുമായേ നമഃ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സംശയങ്ങൾക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ മറുപടി തരുന്നതാണ്.